നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു പോലീസ്. കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നൽകിയ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ്. സിദ്ദിഖിന്റെ അറസ്റ്റിന് തടസ്സമില്ല എന്ന് പോലീസ് അറിയിച്ചു. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ചേരുന്നു. ആദ്യം രശ്മി കാർത്തികയിലേക്ക്. രശ്മി, ഇപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയല്ലേ രശ്മി? വിനോദ്, വളരെ പെട്ടെന്ന് തന്നെ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിമാനത്താവളങ്ങളിലെല്ലാം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. വിദേശത്തേക്ക് സിദ്ദിഖ് പോകുന്നത് തടയാനുള്ളൊരു സാധ്യത, അത് പോകും എന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും സിദ്ദിഖിന്റെ നമ്പറുകളെല്ലാം തന്നെ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ രാത്രിയിൽ വരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണ് സിദ്ദിഖ് ഉള്ളത് എന്നുള്ള ഇതിൽ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എല്ലായിടത്തും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് മറ്റ് തടസ്സങ്ങളില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും എല്ലാം തന്നെ സിദ്ദിഖിന് എതിരായിരുന്നു. 2016 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജനുവരി 26 തീയതി അന്ന് സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂ നില തിയേറ്ററിൽ കഴിഞ്ഞതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. സിനിമയുടെ ചില തുടർ ചർച്ചകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നടിയായ പെൺകുട്ടിയെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നടിയോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും സുഹൃത്തുമാണ്. അത് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് ഹോട്ടലിൽ എത്തിയതിനു ശേഷം ആദ്യം തന്നെ ഈ ഒരു പരാതി അന്വേഷണ സംഘത്തിന് ഈ പോലീസിന് പരാതിക്കാരി കൊടുക്കുന്ന സമയത്ത് ഈ ഹോട്ടലിൽ എത്തിയതിനു ശേഷം ഈ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ കാണാമായിരുന്നു എന്നുള്ള ഒരു മൊഴി ഈ പരാതിക്കാരി നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ, ഈ സംഭവത്തിന് ശേഷം സിദ്ദിഖ് ആഹാരം കഴിച്ചിരുന്നു, എന്തൊക്കെ ആഹാരമാണ്, ചോറും തൈരും മീനും ഉൾപ്പെടെയുള്ള ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെ ആഹാരം കഴിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു എന്നുള്ളതും ഈ പരാതിക്കാരി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് അന്വേഷണ സംഘം പരിശോധിച്ച സമയത്ത് കൃത്യമായി മസ്കറ്റ് ഹോട്ടലിൽ ഇവർ എത്തിയിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂൾ കാണാം. അതും ഈ പരാതിക്കാരി പറഞ്ഞത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. എന്തൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നു, അതിന്റെ ഹോട്ടലിലെ ബില്ലുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതും കൃത്യമായി അതും സാധൂകരിക്കുന്നത്, അതായത് പരാതിക്കാരിയുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ അന്വേഷണ സംഘം പിന്നീട് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തുടർ നീക്കങ്ങളുമായി സംഘം മുന്നോട്ട് പോവുകയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. സിദ്ദിഖിനെതിരായ പീഡന പരാതിയിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്നു. അതേ തുടർന്ന് അറസ്റ്റിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. പക്ഷേ സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതേ തുടർന്നാണ് ലുക്കൌട്ട് സർക്കുലറുമായി പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക.